ഹായ് ഹലോ, ഇന്നൊരു ബീട്രൂട്ട് തോരനാണ് ഉണ്ടാക്കുന്നത്. 2 ബീട്രൂട്ട് എടുത്ത് തൊലി കളഞ്ഞ് അത് കഴുകി വെച്ചിട്ടുണ്ട്. ഒരു സവാളയും 2 പച്ചമുളകും കൂടി എടുത്തു. ഇനി ഞാൻ ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചു. സവാളയും പച്ചമുളകും ചെറുതായി അരിഞ്ഞ് അതിലേക്കിടാം. കുറച്ച് കറിവേപ്പിലയും കൂടി എടുക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിലേക്കിടാം. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ബീട്രൂട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ബീട്രൂട്ടിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും. അതൊന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരം തിരികെ കൈകൊണ്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതിയാവും, അല്ലെങ്കിൽ മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുത്ത് അതിലേക്ക് ചേർക്കണം. ഇപ്പോൾ ബീട്രൂട്ടൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ അരപ്പ് ചേർക്കാം. അതൊന്ന് കൂട്ടി വെച്ച് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. രണ്ട് മിനിറ്റിന് ശേഷം അതൊന്ന് ഇളക്കിയെടുക്കണം. ഒന്ന് ഇളക്കിയതിന് ശേഷം 2 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കണം. രണ്ട് മിനിറ്റിന് ശേഷം അതൊന്ന് ഇളക്കിയെടുക്കാം. അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതിയാവും. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരനാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. തോരനൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.